ട്രൈബില് കേരളത്തിൽ 10-36 വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ 4-5 ഉണ്ട്. അതിൽ ജനസംഖ്യ കൊണ്ടും മറ്റു സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടും പണിയരാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പണിയർ ഒരു തരത്തിലും മുന്നോട്ട് വരില്ല. വിദ്യാഭ്യാസം കൊണ്ടില്ല, സാമൂഹ്യ സാഹചര്യം കൊണ്ടില്ല, സാമ്പത്തികമായിട്ടില്ല, ഒന്നുമില്ല. കൂരപ്പരയിൽ ഇങ്ങനെ താമസിക്കും, സുഖമായിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇവർക്കിടയിൽ ഒരു പ്രത്യേക എഫേർട്ട് എടുക്കാം, സ്പെഷ്യൽ ആക്ടിവിറ്റി. അങ്ങനെയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങാമെന്ന് വിചാരിച്ചത്. അത് പേരൊന്നും ആർക്കും അറിയൊന്നുമില്ല. അങ്ങനെ ഒരു അർദ്ധരാത്രിക്ക് തോന്നി പേര് ഇങ്ങനെ ഇടാണ്, പീപ്പിൾസ് ആക്ഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ട്രൈബൽ പീപ്പിൾ. അങ്ങനെ 2005 ഓഗസ്റ്റ് 15 രജിസ്റ്റർ ചെയ്തു. 3-4 പേരായിട്ട്. ഒന്ന് ഈ വക്കീലുണ്ടായിരുന്നു, പിന്നെ രമേശ് ബാബു എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം വനവാസി കല്യാണ ശ്രമത്തിൻ്റെ ഓൾ ഇന്ത്യ ജോയിൻ്റ് ഓർഗനൈസ് സെക്രട്ടറിയാണ്. പിന്നെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം ഇരിട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ട്രൈബായിട്ടുള്ള 2-3 പേര്. ഇങ്ങനെ എല്ലാം കൂടി ഒരു പത്മനാഭൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, പിന്നെ ഒരു സോമൻ, അതിൽ ഈ സനൽകുമാറും സോമനും മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ്റെ പേരാണ് പീപ്പിൾ. അങ്ങനെ ആ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിലാണ് ബാക്കി പ്രവർത്തനം. അതിൻ്റെ കേന്ദ്രം ഇപ്പോഴും കൽപ്പറ്റ ഉണ്ടാകും. കേന്ദ്രം കളഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ വെബ്സൈറ്റ് www.peep.org. അത് ഇപ്പോഴും ലൈവാ, ഡൊമൈനിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി. അങ്ങനെയാണ് കരിന്തണ്ടലിലേക്ക് എത്തുന്നത്.